പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം വിട്ടുപോവാൻ പാടില്ലാത്ത 8ഓളം കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ റമളാൻ മാസത്തിൻ്റെ ഒരു പവിത്രതയും അതിൻ്റെ ഒരു ചൈതന്യവും നിലനിർത്തുവാൻ ഈ 8ഓളം കാര്യങ്ങൾ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ റമളാനിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായ നമ്മുടെ ഒരു അവസ്ഥക്ക്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഈ 8 കാര്യങ്ങൾ അനിവാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലക്കുള്ള 8 കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് യാതൊരു സംശയവും വേണ്ടതില്ല, റമളാൻ മാസത്തിലെ നോമ്പാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ പറയുന്നത് ഷഹ്റു റമളാൻ മാസം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായി ജനങ്ങൾക്ക് മാർഗദർശനമായി ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമളാൻ. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു അവൻ്റെ അടിമകളെ സൃഷ്ടിക്കുകയും അള്ളാഹു അവരെ വെറുതെ വിട്ടേക്കുകയും ചെയ്തില്ല, മറിച്ച് അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എല്ലാ ഇരുട്ടുകളെയും നീക്കി ഏറ്റവും ശരിയായ വഴിയിലൂടെ അവരെ നടത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും, അതുകൊണ്ട് ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ രോഗികളല്ലാത്ത, യാത്രക്കാരല്ലാത്ത ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കണം. ഇനി രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റു വീട്ടുകയും വേണം. അതുകൊണ്ട് റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. ഒരു കാരണവശാലും കാരണങ്ങളില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുവാൻ പാടില്ല. അത് മഹാപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് റമളാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാവരുത്, ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ. അങ്ങനെ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് അതാണ്. റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ റമളാൻ മാസത്തിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, റമളാനിൽ പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളതാണ് റമളാനിലെ രാത്രി നമസ്കാരം. റമളാനിലെ ഖിയാമു റമളാൻ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, തറാവീഹ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ നമസ്കാരം അത് എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതാണെങ്കിലും റമളാനിൽ അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറഗിബു ഫീ ഖിയാമി റമളാൻ മിൻ ഗൈരി അൻ യഅ്മുറഹും ഫീഹി ബിഅസീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസത്തിലെ രാത്രി നമസ്കാരത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നു, പക്ഷേ നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹനം നൽകി റമളാനിലെ രാത്രി നമസ്കാരത്തിന്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റമളാനിലെ രാത്രിയിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് നാം വളരെ വലിയ പ്രാധാന്യം നൽകണം. പല ആളുകളും കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞും മറ്റു പല പേരുകൾ പറഞ്ഞുകൊണ്ട് റമളാനിൽ തറാവീഹ് നമസ്കരിക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകളാണ്. പലരും അല്പമാത്രം റക്അത്തുകളിൽ മാത്രം പങ്കെടുത്ത് പിന്നീട് ഇമാമിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ന്യായങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷേ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇന്നർ റജുല ഇദാ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ് ഹുസിബ ലഹു ബഖിയ്യതു ലൈലതിഹി, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇമാമിൻ്റെ കൂടെ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ, അഥവാ പൂർണ്ണമായും ഇമാമിനെ പിരിയാതെ 4 റക്അത്ത് കഴിഞ്ഞോ 8 റക്അത്ത് കഴിഞ്ഞോ ഇമാമിനെ പിരിയാതെ
പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രിയിലുള്ള മുഴുവൻ സമയവും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് കുത്തിബലഹു ഖിയാമുലൈല, ഖിയാമുലൈൽ ആ വ്യക്തിയുടെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്, അഥവാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കച്ചവടക്കാരാകട്ടെ മറ്റ് ഏത് കാര്യമുള്ള ആളുകളാകട്ടെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ സമയമാണ് പള്ളികളിൽ ജമാഅത്തായി തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത്. അതെത്ര കുറച്ചാകട്ടെ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റമളാനിൻ്റെ വളരെ വലിയ ഒരു അടയാളത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ഉമ്മത്തിലെ ഈമാനികമായ ആവേശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടയാളമാണ് രാത്രി നമസ്കാരം, റമളാനിൽ തറാവീഹ് നമസ്കാരം. അതുകൊണ്ട് അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ചും ഉലമാക്കൾ പറഞ്ഞത് പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് ഖൈറെങ്കിലും റമളാനിൽ പള്ളിയിൽ വെച്ചത് നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സ്വഹാബത്ത് മുതൽക്കേ നിലനിൽക്കുന്ന ചര്യയാണത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരാവർത്തിയെങ്കിലും ഓതി ഖത്തം തീർക്കേണ്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റമളാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാറുണ്ടായിരുന്നു. വകാന ജിബ്രീലു അലൈഹിസ്സലാം യൽഖാഹു കുല്ല ലൈലത്തിൻ ഫി റമളാൻ യഅരിദു അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖുർആൻ. റമളാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണമായും പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത് എത്രയാണോ അത് പൂർണ്ണമായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഓതി കൊടുക്കാറുണ്ട്. ഇമാം ബുഖാരിയിലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന ജിബ്രീല കാന യുആരിദുനിൽ ഖുർആന കുല്ല സനത്തിൻ മറ. എല്ലാ വർഷവും ഒരു തവണ, അത് റമളാനിലാണ്, ഒരു തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഞാൻ ഖുർആൻ ഓതി കൊടുക്കാറുണ്ട് പൂർണ്ണമായും. വ ഇന്നഹു ആറദനിൽ ആമ മറത്തൈൻ. എന്നാൽ ഈ ഒരു വർഷം 2 തവണ പൂർണ്ണമായും എന്നെ കൊണ്ട് ഓതിപ്പിക്കുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നു വല ഉറാഹു ഇല്ല ഹളറ അജലി, എൻ്റെ ആയുസ് അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ എല്ലാ വർഷവും ഒരു തവണ, അത് റമളാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള റമളാനിൽ 2 തവണ. ഈ ഹദീസിൻ്റെ പിൻബലത്തോടുകൂടി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒരു തവണയെങ്കിലും പൂർണ്ണമായ ഖുർആൻ ഓതി തീർക്കുക. അല്ലെങ്കിൽ ഒരല്പം കൂടി കൂട്ടുകയാണെങ്കിൽ 2 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ അവസാന സന്ദർഭത്തിൽ ഓതിയിട്ടുണ്ട്. ഇതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിന് പുറമേയുള്ളതാണ്. രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഓതിയിട്ടുണ്ട്. ഒരു റക്അത്തിൽ തന്നെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും സൂറത്തു നിസാവും ഒക്കെ ഓതിയതായി ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതിനു പുറമെ പകൽ സമയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയവും ഖുർആൻ ഓതുന്ന ആളായിരുന്നു എന്ന് വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, റമളാനിൽ അല്ലാതെ തന്നെ. അപ്പോൾ ധാരാളമായി ഖുർആൻ ഓതുക. സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സലഫു സാലിഹ്യങ്ങളിൽ നിന്നും ആ വിഷയത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ചില സ്വഹാബികൾ ഒറ്റ രാത്രിയിൽ ഒറ്റ റക്അത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ടുണ്ട്, ഒറ്റ രാത്രി കൊണ്ട്. പകലും രാത്രിയും അങ്ങനെ 2 തവണ ഖത്തം തീർത്ത ആളുകളുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 60ഓളം ഖത്തുമുകൾ റമളാനിൽ തീർത്തിരുന്നു. ഇമാം ബുഖാരിയെ പോലെയുള്ള മുഹദ്ദിസുകൾ, അതേപോലെ ധാരാളം എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാരും ആലിമീങ്ങളും മുഹദ്ദിസീങ്ങളും സ്വഹാബികളും താബീങ്ങളുമൊക്കെ ധാരാളം ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട്. ഓതി തീർക്കുക എന്നുള്ളത് റമളാനിൽ, കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്, ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളമായി ഖുർആൻ ഓതുക, സാധിക്കുന്നത്ര ഖത്തം തീർക്കുക. ഒരു തവണയെങ്കിലും പൂർണ്ണമായും ഓതാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. 4-മത്തത്, പരിശുദ്ധ ഖുർആൻ കേവലം ഓതി തീർക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായി പഠിക്കാൻ കൂടി, അഥവാ ഹിഫ്ളാക്കുക. ആ ഹിഫ്ളാക്കിയത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുക. മറ്റുള്ളവർ ഹിഫ്ളാക്കിയത് നമുക്ക് കേൾക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളത് കേട്ടുകൊടുത്ത് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും അധ്യായങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അതിൻ്റെ തഫ്സീർ കൂടി പഠിക്കുക. അതിലെ അഹ്കാമുകൾ, അതിലെ നിയമങ്ങൾ, അതിലുള്ള ഗുണപാഠങ്ങൾ ഒക്കെ പഠിക്കുക. അങ്ങനെ ഒരു പഠനം എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആനിനെ കാണേണ്ടതാണ്. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൻ്റെ ഒരു റിവായത്തിൽ വന്നിട്ടുള്ളത്,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രാത്രിയിലും കാണുകയും ഫയുദാരിസുഹുൽ ഖുർആൻ അവർ പഠിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിക്കും, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഓതി കൊടുക്കും. അപ്പോൾ ഫയുദാരിസുഹു ഒരു ദർസ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ ഹദീസിലെ പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പഠിക്കൽ തന്നെ, ഹിഫ്ളാക്കലും മറ്റുള്ളവർക്ക് ഓതി കൊടുക്കലും അതിൻ്റെ മഅന, അതിൻ്റെ തഫ്സീറുകളൊക്കെ പഠിക്കലുമൊക്കെ റമദാനിൽ പ്രത്യേകം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള, പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നവർ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഖത്ം തീർക്കുന്നതിന് പുറമെ ഏതെങ്കിലും ഒരു സൂറത്ത് അതല്ലെങ്കിൽ ഒന്നിലധികം സൂറത്തുകൾ അർത്ഥസഹിതം പഠിക്കാനും മറ്റും അതേപോലെ ഹിഫ്ളാക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അത് 4ാമത്തെ കാര്യമാണ്. 5ാമത് റമളാനിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ് പാവങ്ങളായ മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. പ്രത്യേകിച്ചും അത് നോമ്പ് തുറപ്പിക്കലാണെങ്കിൽ വളരെ ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് ബിൽ ഖൈർ വകാന അജ്വദു മാ യകൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും. എന്നാൽ അതിൽ തന്നെ റമളാൻ മാസമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി ഔദാര്യം ചെയ്തിരുന്നു എന്നാണ്. സദഖകളും മറ്റു ദാനധർമ്മങ്ങളും ഭക്ഷണം നൽകലുമായി എല്ലാവർക്കും ഖൈറുകൾ നൽകിക്കൊണ്ട്, ഈ റിവായത്തിൽ തന്നെ പറഞ്ഞതുപോലെ മിനർ റീഹിൽ മുർസല, വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖകൾ ചെയ്തിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു, മറ്റുള്ള ആളുകൾക്ക് ഖൈറുകൾ നൽകിയിരുന്നു. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി. ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി നോമ്പ് തുറപ്പിച്ച ആൾക്ക് ലഭിക്കുന്നതാണ്. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ഷൈഅ. എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും അള്ളാഹു കുറച്ച് കളയുകയുമില്ല. അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് അവരെ നോമ്പ് തുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ദിവസം 10 ആളുകളെ നോമ്പ് തുറപ്പിച്ചാൽ 10 ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അങ്ങനെ എത്ര എണ്ണം കൂടുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലമുണ്ട്. മാത്രമല്ല സലഫു സാലിഹ്യങ്ങൾ റമളാനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, റമളാൻ എന്ന് പറഞ്ഞാൽ ഇന്നമാഹിയ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തആം. റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന മാസമാണ്, അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാസമാണ്. റമളാൻ കിറ്റുകൾ നൽകിയിട്ടും പാവപ്പെട്ട ആളുകളെയും മറ്റും നോമ്പ് തുറപ്പിച്ചും അതേപോലെ തന്നെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും നോമ്പ് തുറപ്പിച്ചുകൊണ്ടും ഭക്ഷണം നൽകിക്കൊണ്ടുമൊക്കെ നമ്മുടെ ഇബാദത്തുകളെ ധന്യമാക്കണം, റമളാനിനെ ധന്യമാക്കണം. റമളാനിൻ്റെ ഏറ്റവും വലിയ ഷിആറുകളിൽ, അടയാളങ്ങളിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തന്നെ സദഖകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. സകാത്തുകൾ നൽകേണ്ട സമയമാണെങ്കിൽ സകാത്തുകൾ ധാരാളമായി നൽകുക, ധാരാളമായി ഭക്ഷണം നൽകുക. മറ്റുള്ളവരെ ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ സഹായിക്കുവാൻ പരിശുദ്ധ റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ റമളാനിൽ ചെയ്യേണ്ടുന്ന മറ്റ് ഒരു വലിയ ഇബാദത്താണ് പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ, ഭജനമിരിക്കൽ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ് സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ റമളാനിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 10 ദിവസം ഇരുന്നു, പിന്നെ 2ാമത്തെ 10 ഇരുന്നു ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നീട് 3ാമത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരപ്പെടുത്തി. 3ാമത്തെ 10 ഏതെങ്കിലും ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ മറ്റ് എല്ലാ രാവുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അഥവാ സ്ത്രീകൾക്കും സാധിക്കുമെങ്കിൽ, സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാവുന്നതാകുന്നു. അപ്പോൾ ഇഅ്തികാഫ് റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ്, പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിൻ്റെ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് പറയാം. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാതെ തന്നെ മറ്റുള്ള ശുഗലുകളിൽ നിന്നും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെതായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകുക. ഖുർആൻ പാരായണം ചെയ്തും ധാരാളമായി ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും അതേപോലെ മറ്റു ഇബാദത്തുകളിൽ മുഴുകിയുമൊക്കെ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത് റമളാനിൻ്റെ വളരെ വലിയ ഒരു അടയാളമാണ്.
വളരെ വലിയൊരു ഇബാദത്താണ്. അതും നമ്മൾ വിട്ടുപോകാതെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ റമളാനിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഉംറ എന്നുള്ളത്. റമളാനിൽ ഒരു ഉംറ എന്നുള്ളത് വളരെയധികം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഉമ്മ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു നബിയുടെ കൂടെ. പക്ഷേ വാഹനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് നൽകിയിട്ടുള്ള മറുപടി ഇഅ്തമരി ഫി റമളാൻ, അവർ റമളാനിൽ ഉംറ ചെയ്യട്ടെ. ഫ ഇന്ന ഉംറത്തൻ ഫി റമളാന കഹജ്ജത്തിൻ, റമളാനിലെ ഒരു ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജ് പോലെയാണ്, അഥവാ ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് റമളാനിൽ ഒരു ഉംറ ചെയ്താൽ. മറ്റൊരു റിവായത്തിലുള്ളത് കഹജ്ജത്തിൻ മഈ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയുള്ള പ്രതിഫലമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്ര റമളാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വലിയ പ്രതിഫലമാണ്, ഹജ്ജിൻ്റെ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹജ്ജിൻ്റെ പ്രതിഫലമാണതിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 8ാമത്തെ കാര്യം, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഒരു അലസതയും മടിയും റമളാനിൻ്റെ മാസത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നോമ്പുകാരുടെ ദുആ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. സലാസു ദഅവാത്തിൻ ലാ തുറദ്, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല. ഒന്ന് ദഅവത്തുൽ വാലിദ്, പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. 3ാമത്തത് ദഅവത്തുസ് സായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകിൽ ഉടനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നൽകും, അല്ലെങ്കിൽ പിന്നീട് നൽകും, ഇല്ലെങ്കിൽ പരലോകത്ത് വമ്പിച്ചൊരു പ്രതിഫലമായി അള്ളാഹു അതിനെ മാറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു നിലക്കും നോമ്പുകാരൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഒരു റിവായത്തിലുള്ളത് വസ്സായിമു ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ദുആ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നോമ്പുകാരനായിരിക്കേയും ദുആ ചെയ്യുക. അതേപോലെ തന്നെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൻ ലിഗൈരിഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല ദഅവത്തുൻ മുസ്തജാബ, റമളാനിലെ എല്ലാ രാവും പകലും, എല്ലാ രാത്രിയിലും പകലിലും അവർക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് റമളാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറയുന്നതിനിടയിലാണ് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആയെ പ്രോത്സാഹിപ്പിക്കുന്നത് റമളാനുമായി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്താണ്. അതുകൊണ്ട് റമളാൻ മുഴുവൻ പ്രാർത്ഥനയുടെ മാസമാണ്. രാവു പകൽ ഒരുപോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അപ്പോൾ ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾ അതാണ് റമളാനിൻ്റെ വളരെ വലിയ അടയാളങ്ങളായി നിലകൊള്ളുന്നത്. റമളാനിൻ്റെ ഒരു ചൈതന്യമായി, ഒരു ഖൈറായി, ഒരു ബറക്കത്തായി നിലകൊള്ളുന്ന 8ഓളം ഇബാദത്തുകളാണ്. കഴിവിൻ്റെ പരമാവധി നാം അത് പ്രാവർത്തികമാക്കണം. ഈ റമളാനിനെ ആ നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം, ധന്യമാക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.